എല്ലാ ജീവനക്കാർക്കും നിർവചിക്കപ്പെട്ട പെൻഷൻ പദ്ധതി നടപ്പിലാക്കണം എന്ന് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കൊല്ലം ജില്ലാ സമ്മേളനം. കൊല്ലത്ത് നടന്ന സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക കക്ഷികളുടെ സഹായത്തോടുകൂടി മാത്രം അധികാരത്തിലിരിക്കുകയും ചെയ്യേണ്ട നിലയിലേക്ക് അവരുടെ ജനവിധി നല്ല നിലയിൽ പറയാൻ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാരിനെതിരായി നടന്ന പോരാട്ടങ്ങളുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിൽ ഏറ്റവും പ്രധാനം ഇവിടെ നിങ്ങളുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പോലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നത് കൃഷിയെ ആശ്രയിച്ച്. നമ്മളൊക്കെ ജീവനക്കാരാകുമ്പോൾ നമ്മുടെ ജീവനക്കാരൊക്കെ പറയുന്നു. കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് S. ഉദയകുമാറിന്റെ അധ്യക്ഷതയിലാണ് ജില്ലാ സമ്മേളനം നടന്നത്. ശ്രീചിത്ര എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി KV മനോജ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. 8ാം ശമ്പള കമ്മീഷനെ അടിയന്തരമായി നിയമിക്കുക, കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി നിലനിൽക്കുന്ന 15 ലക്ഷത്തിലധികം വരുന്ന ഒഴിവുകൾ അടിയന്തരമായി നികത്തുക, തപാൽ RMS ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക, NFPE, ISRO, സ്റ്റാഫ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ അംഗീകാരം പിൻവലിച്ച നടപടി പുനഃപരിശോധിക്കുക, കൊല്ലത്ത് CGHS വെൽനസ് സെന്ററിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുക, തപാൽ മേഖലയിലെ GDS ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, സർവീസ് കാലയളവിൽ എല്ലാ ജീവനക്കാർക്കും 5 പ്രമോഷനുകൾ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. RMS യൂണിയൻ സംസ്ഥാന സെക്രട്ടറി J. നൈസാം, GDS യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നായർ, S. സുജീന്ദ്രൻ, RV ശ്രീകാന്ത്, C. ബിന്ദു, A. ഷെരീഫ്, S. സുജി എന്നിവർ സംസാരിച്ചു. ചർച്ചയ്ക്ക് സെക്രട്ടറി R. അരുൺകൃഷ്ണൻ മറുപടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.